Hi students, welcome to Ants Botany online class. നമുക്കറിയാം ബോട്ടണിയിൽ നമ്മൾ പ്ലസ് വണ്ണിൽ ടോട്ടലായിട്ട് 11 ചാപ്റ്റേഴ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പ്ലസ് ടുവിൽ ബോട്ടണിയിൽ നമുക്ക് ടോട്ടലായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ടോട്ടൽ 8 ചാപ്റ്റേഴ്സുകളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന, വളരെ സിമ്പിളായിട്ടുള്ള 8 ചാപ്റ്റേഴ്സ്. ആ 8 ചാപ്റ്റേഴ്സിലുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചാപ്റ്ററിൻ്റെ പേരാണ് മക്കളെ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. നമുക്കറിയാം, നിങ്ങൾ പ്ലസ് വൺ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏർലി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് വാട്ട് മീൻ ബൈ റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപാദനം എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ മക്കളെ, നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് നോക്കിയേ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്പായിട്ടുള്ള ഓർഗാനിസംസിൻ്റെ റീപ്രൊഡക്ഷനെ കുറിച്ച് പഠിക്കുന്ന ചാപ്റ്ററാണ് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് റീപ്രൊഡക്ഷൻ നമ്മൾ പറയുക എബിലിറ്റി ഓഫ് എൻ ഓർഗാനിസം ടു പ്രൊഡ്യൂസ് ന്യൂ ഓസ്പ്രിങ്സ് അല്ലെങ്കിൽ ന്യൂ ഇൻഡിവിജ്വൽസ്. ഒരു ഓർഗാനിസത്തിന് അതിൻ്റെ പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവിന് പറയുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂ ഇൻഡിവിജ്വൽസിന് നമ്മൾ മറ്റൊരു പേര് പറയാറുണ്ട് ഓസ്പ്രിങ്സ്. എന്താണ് മക്കളെ? ഓസ്പ്രിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ചാപ്റ്റർ നോക്കണേ, റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. ഓർഗാനിസം ഹാവ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ന്യൂ ഓസ്പ്രിങ്സ്. പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാം. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കൺസെപ്റ്റാണ് ലൈഫ് സ്പാൻ. എന്താണ് മക്കളെ? ലൈഫ് സ്പാൻ. നമ്മളവിടെ പ്ലസ് വൺ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. ആപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ, ആപ്ലോ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവിടെ പഠിക്കുന്ന കണ്ടന്റാണ് ലൈഫ് സ്പാൻ. അപ്പോൾ വാട്ട് യു മീൻ ബൈ ലൈഫ് സ്പാൻ? പീരീഡ് ഓഫ് എൻ ഓർഗാനിസം ഫ്രം ബർത്ത് ടു നാച്ചുറൽ ഡെത്ത് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ മരണം മുതൽ അതിൻ്റെ നാച്ചുറൽ ഡെത്ത് വരെയുള്ള പീരീഡിനെ സൂചിപ്പിക്കുന്നതാണ് ലൈഫ് സ്പാൻ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ചില ആളുകളൊക്കെ എക്സാമിന് പീരീഡ് ഓഫ് എൻ ഓർഗാനിസം ഫ്രം ബർത്ത് ടു ഡെത്ത് എന്ന് എഴുതി വെക്കാറുണ്ട്. അവിടെ പറയേണ്ടത് നാച്ചുറൽ ഡെത്ത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെൻ്റ് ഓർഗാനിസംസിൻ്റെ ലൈഫ് സ്പാൻസുകൾ നമ്മൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത് 1 മാർക്കിന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എൻട്രൻസ് എക്സാമിനൊക്കെ ഈ ലൈഫ് സ്പാൻ, ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്ന ഓർഗാനിസാണ് മേഫ്ലൈ. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു ഓർഗാനിസാണ് മേഫ്ലൈ അഥവാ പാറ്റ. ആ പാറ്റയുടെ ലൈഫാണ് നോക്കിയാൽ മക്കളെ 1 ഡേ, ഒരൊറ്റ ദിവസം. രണ്ടാമത്തതായിട്ട് വരുന്ന പ്ലാന്റ് വീറ്റ്. വീറ്റിൻ്റെ ലൈഫ് സ്പാൻ നോക്കിയാൽ മക്കളെ 4 to 5 months. മൂന്നാമതായിട്ട് വരുന്നതാണ് ബനിയൻ ട്രീ. നിങ്ങൾക്കെല്ലാം പരിചയമുണ്ട്. ബനിയൻ ട്രീനെ നമ്മൾ മറ്റൊരു പേര് സൂചിപ്പിക്കാറുണ്ട് ഫൈക്കസ്. അതിൻ്റെ ലൈഫ് സ്പാൻ നോക്കിയേ 200 years. അനദർ പ്ലാന്റ് സെക്വയ. നിങ്ങൾ ഏർലി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് സെക്വയ ഒരു സ്പീഷീസ് നെയിമാണ്, ജീനസ് നെയിം നമ്മൾ പറയാറുണ്ട്. റെഡ്വുഡ് സെക്വയ എന്നൊക്കെ പറയും. അപ്പോൾ ആ റെഡ്വുഡ് സെക്വയൻ്റെ ലൈഫ് സ്പാൻ നോക്കുക നിങ്ങൾ 3000 to 4000 years. ഓക്കണേ, ഒരു ദിവസം വരുന്ന ആളുകളുണ്ട്, പ്ലാന്റ് ഉണ്ട്, 200 വർഷം വരുന്ന പ്ലാന്റ് ഉണ്ട്, അതേപോലെ തന്നെ 3000 മുതൽ 4000 വർഷം വരെയുള്ള ലൈഫ് സ്പാനുള്ള പ്ലാന്റുകളുണ്ട്. ഇനി അനദർ ഓർഗാനിസം, ദി കേസ് ഓഫ് മങ്കി 26 years, ഡോഗ് 20 to 30 years. ചിലപ്പോൾ നിങ്ങൾക്കെല്ലാം പരിചയം ഉണ്ടാവും, ചില വീട്ടുകളിലൊക്കെ ഡോഗിനെ വളർത്താറുണ്ട്. അപ്പോൾ അതിലുള്ള ഡോഗുകളൊക്കെ ഏകദേശം 14 അല്ലെങ്കിൽ 12 വർഷമൊക്കെ ലൈഫ് സ്പാൻ ഉണ്ടാവാറുണ്ട്. ഇവിടെ നമ്മൾ പറയുന്നത് 20 to 30 years വരെ ലൈഫ് സ്പാൻ ഉണ്ടാവാറുണ്ട്. അനദർ വൺ ഓസ് 60 years. അനദർ വൺ എലിഫൻറ്റ് 65 years. അനദർ വൺ മാൻ 100 years. നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ കേസിൽ നോക്കുക നിങ്ങൾ, ചില ആളുകൾ എക്സെപ്ഷണൽ കേസിൽ 100ൽ കൂടുതൽ വർഷം ജീവിക്കാറുണ്ട്. ചിലപ്പോൾ 100 എത്താറുമില്ല. അപ്പോൾ നമ്മൾ മാൻ്റെ ലൈഫ് സ്പാൻ കണക്ക് വെക്കുക 100 years വരെ പോവാം. അനദർ വൺ പാരറ്റ്
പാരറ്റിൻ്റെ കേസിൽ നോക്കുക നിങ്ങൾ 140 ഇയേഴ്സ്. നോക്കണേ, ഒരു തത്തയുടെ കേസിലുള്ള ലൈഫ് സ്പാനാണ് 140, 140 വർഷം. നേരെ മറിച്ച് അതേ വലിപ്പമുള്ള ഒരു ഓർഗാനിസമാണ് ക്രോൻ്റെ കേസിൽ, കാക്കേൻ്റെ കേസിൽ നോക്കുക നിങ്ങൾ 15 ഇയേഴ്സ്. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ വലിപ്പം നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ലൈഫ് സ്പാന് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റില്ല. ഇവിടെ നമ്മൾ നോക്കുക നിങ്ങൾ പാരറ്റിൻ്റെയും ക്രോണിൻ്റെയും കേസിൽ ഒരേ ലെവലാണ്, പക്ഷേ അതിൻ്റെ ലൈഫ് സ്പാൻ നോക്കുക നിങ്ങൾ 140, അതേപോലെ തന്നെ 15. ഇനി അനദർ വൺ ടോർട്ടോയ്സ്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ടോർട്ടോയ്സ് എന്ന് പറയുക ആമ, കടലാമ എന്നൊക്കെ പറയും, 115 ഇയേഴ്സ്. ദെൻ നെക്സ്റ്റ് ഇൻ ദി കേസ് ഓഫ് ഫ്രൂട്ട് ഫ്ലൈ 10 to 12 days. Then butterfly 1 to 2 weeks. Crocodiles നോക്കുക നിങ്ങൾ 60 years. മുതലൻ്റെ കേസിൽ ചീങ്കണ്ണി എന്നൊക്കെ പറയും, മുതലൻ്റെ കേസിൽ 60 years. അനദർ വൺ റൈസ് പ്ലാന്റ് 3 to 4 months. ഇതും നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും, നിങ്ങൾ ചുറ്റുപാടിലൊക്കെ പാഡി ഫീൽഡിലുണ്ടാവും, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഏകദേശം 6 മാസക്കാലമാണ് അതിൻ്റെ ലൈഫ് സ്പാൻ വരുന്നത്. അനദർ വൺ റോസ് ബുഷ് 4 years. അനദർ വൺ കൗ 20 to 30 years. ഇതും ഞാൻ നേരത്തെ ഡോഗിൻ്റെ കേസിൽ പറഞ്ഞ പോലെ നമ്മളെ വീട്ടിലൊക്കെ പശുവിനെ വളർത്തുന്നതാണ്. അപ്പോൾ നിങ്ങൾ കർഷകരോടൊക്കെ ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം 15 വർഷം മുതൽ അല്ലെങ്കിൽ 18 വർഷം മുതൽ അല്ലെങ്കിൽ 20 to 30 years വരെ അതിൻ്റെ ലൈഫ് സ്പാൻ ഉണ്ട്. അനദർ വൺ ബനാന നോക്കുക നിങ്ങൾ 10 years. അപ്പോൾ ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്, അല്ല ബനാന 1 year അല്ലേ വരിക? അപ്പോൾ ബനാനൻ്റെ കേസിൽ നമ്മൾ പറയുക അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് അഥവാ റൈസോമിൻ്റെ കേസിലാണ്. ഒരു റൈസോം അഥവാ വായക്കന്നുണ്ടായാൽ അത് ഏകദേശം 10 വർഷക്കാലം വരെ ലൈഫ് സ്പാൻ ആയിട്ട് നിലനിൽക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്പാൻ ഇസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് വിച്ച് വൺ ഓഫ് ഇൻ ദി കേസ് ഓഫ് അനിമൽ വിച്ച് വൺ ഓഫ് ദി ഓർഗാനിസംസ് ദറ്റ് ഹാവ് സ്മോളസ്റ്റ് ലൈഫ് സ്പാൻ. ഇൻ ദി കേസ് ഓഫ് മേ ഫ്ലൈ. എന്താ മക്കളെ? മേ ഫ്ലൈ. രണ്ടാമത്തത് ഇൻ ദി കേസ് ഓഫ് അനിമൽ വിച്ച് വൺ ഓഫ് ദി ഓർഗാനിസംസ് ദറ്റ് ഹാവ് ലാർജസ്റ്റ് ലൈഫ് സ്പാൻ. ടോർട്ടോയ്സ്. ഓർക്കണേ, അനിമൽസിൻ്റെ കേസിൽ സ്മോളസ്റ്റ് ലൈഫ് സ്പാൻ ഉള്ളത് മേഫ്ലൈയും, അതേപോലെ തന്നെ അനിമൽസിൻ്റെ കേസിൽ ലാർജസ്റ്റ് ലൈഫ് സ്പാൻ ഉള്ളത് ടോർട്ടോയ്സ്. ഇതാണ് നമ്മുടെ ചാപ്റ്റർ. ഏതാ ചാപ്റ്റർ മക്കളെ? റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസത്തിലെ ഫസ്റ്റ് കൺസെപ്റ്റ് ലൈഫ് സ്പാൻ. നെക്സ്റ്റ് ഇനി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത് ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. ആരെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഐ മീൻ ബൈ റീപ്രൊഡക്ഷൻ. എന്താണ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഓർഗാനിസം പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ടൈപ്സ് എങ്ങനെയൊക്കെയാണ് ഓർഗാനിസംസുകൾ പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അപ്പം നമ്മൾ മെയിനായിട്ട് പറയുന്നത് 2 ടൈപ്പാണ്. വൺ ഇൻ ദി കേസ് ഓഫ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ, അനദർ വൺ ഇൻ ദി കേസ് ഓഫ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ 2 തരത്തിലാണ് റീപ്രൊഡക്ഷൻസ് ഉള്ളത്. ഒന്ന് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കറിയാം വാട്ട് യു മീൻ ബൈ റീപ്രൊഡക്ഷൻ, പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ അസെക്ഷുവൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ പറയുക ദി അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഇറ്റ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് സിംഗിൾ ഇൻഡിവിജ്വൽ. ഇവിടെ ഈ പറഞ്ഞിട്ടുള്ള റീപ്രൊഡക്ഷനിൽ ഒരൊറ്റ ഇൻഡിവിജ്വൽ മാത്രമേ ഇൻവോൾവ് ചെയ്യുള്ളൂ. ഓക്കെ, അതുപോലെ in the case of asexual reproduction without involvement of gamete formation, അവിടെ എന്ത് നടക്കുന്നില്ല? ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കുന്നില്ല. അപ്പോൾ ഗ്യാമീറ്റ് ഫോർമേഷൻ നടക്കാണ്ട് ഈ ഓർഗാനിസം എന്ത് ചെയ്യും? പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അനദർ വൺ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഓരോ റീപ്രൊഡക്ഷനിലും ഓർഗാനിസംസുകൾ പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസത്തിൻ്റെ പേരെന്താ? ഓസ്പ്രിങ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുക ഇൻ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഓസ്പ്രിങ്സ് അഥവാ പുതിയ ഇൻഡിവിജ്വൽസ് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദയർ പാരന്റ്. വൺസ് മോർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. Offsprings are produced through asexual reproduction that are genetically identical to their parent. പാരൻറ്റിൻ്റെ അതേപോലെ ആയിരിക്കും പുതിയ ഇൻഡിവിജ്വൽസ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്
ഇൻവോൾവ്മെൻറ്റ് ഓഫ് സിംഗിൾ ഇൻഡിവിജ്വൽ, അതേപോലെ തന്നെ വിത്തൗട്ട് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഗ്യാമേറ്റ് ഫോർമേഷൻ നടക്കുന്നില്ല. ചില ഓർഗാനിസത്തിലൊക്കെ നടക്കുന്നുണ്ട്, ഫംഗസിൻ്റെ കേസിലൊക്കെ നടക്കുന്നുണ്ട്. ദെൻ ഇൻ ദി കേസ് ഓഫ് ഓസ്പ്രിങ്സ്, ആ പുതിയ ഇൻഡിവിജ്വൽസുകൾ എന്തായിരിക്കും, പാരൻറ്റിൻ്റെ അതേ എക്സാക്ട് കോപ്പി ആയിരിക്കും. അപ്പോൾ ഇവിടെ ആ ഒരു ഏരിയയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഇവിടെ നമ്മൾ പറയുക ദി ഓസ്പ്രിങ്സ് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റിൻ്റെ അതേ എക്സാക്ട് കോപ്പിയിലുള്ള ഓസ്പ്രിങ്സിനെ പറയുന്ന മറ്റൊരു പേരാണ് ക്ലോൺസ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലോൺസ് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്, കമൻറ്റ് ഓൺ ക്ലോൺസ്. അപ്പോൾ ഇവിടെ കമൻറ്റ് ഓൺ ക്ലോൺസ്, അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേറ്റ് ചെയ്യേണ്ടത് ഓസ്പ്രിങ്സ് അഥവാ പുതിയ ഇൻഡിവിജ്വൽസ് അഥവാ ഓസ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ത്രൂ അസെക്ഷൽ റീപ്രൊഡക്ഷൻ ദറ്റ് ആർ ജനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റ്. അവർ വിളിക്കുന്ന പേരാണ് ക്ലോൺസ്. ഓക്കെ, നെക്സ്റ്റ് നൗ വി ആർ ഡിസ്കസിങ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമുക്ക് നൗ വി ആർ ഡിസ്കസിങ് മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സുകൾ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓരോ ഓർഗാനിസംസ്, നമുക്കറിയാം അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്മെൻറ്റ് ഓഫ് സിംഗിൾ ഇൻഡിവിജ്വലാണ്. അപ്പോൾ ആ സിംഗിൾ ഇൻഡിവിജ്വൽ ഇൻവോൾവ് ചെയ്തിട്ട് ഏതെല്ലാം ഓർഗാനിസംസുകൾ പുതിയ ഇൻഡിവിജ്വൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഏതൊക്കെ മെത്തേഡ്സ്, അതാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. നൗ സ്റ്റാർട്ട്സ് മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. ഓക്കെ, നൗ സ്റ്റാർട്ട്സ് മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. കുറച്ച് മുന്നേ നമ്മൾ ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷനിൽ അസെക്ഷൽ റീപ്രൊഡക്ഷന് സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്താണെന്ന് പറഞ്ഞു, അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസ്പ്രിങ്സുകൾ പറ്റി പറഞ്ഞു. ദെൻ നെക്സ്റ്റ് മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, ഏതൊക്കെ മെത്തേഡ്സുകളാണ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഉള്ളത്, അല്ലെങ്കിൽ പുതിയ ഓർഗാനിസംസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകൾ ഏതൊക്കെ ടൈപ്സുകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. അതിൽ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ Number 1, the case of cell division. Number 2, the case of binary fission. Number 3, budding. Number 4, zoospore. Number 5, kondotty. Number 6, gemmules. നന്നായിട്ട് ശ്രദ്ധിക്കണേ മക്കളെ. അപ്പോൾ ഇവിടെ നമ്മൾ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ടോട്ടലായിട്ട് 6 ടൈപ്പ് മെത്തേഡ്സാണ് നമുക്ക് പറയാനുള്ളത്. സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ, ബഡ്ഡിങ്, സൂസ്പോസ്, കൊണീഡിയ, ജെമ്യൂൾസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊരു മെത്തേഡ്സ് പറയുന്ന സമയത്തും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത് എക്സാമ്പിൾ. ഓരോ മെത്തേഡ്സിനും അതിൻ്റേതായ ഓരോ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ മെത്തേഡ്സുകളൊക്കെ ഏതിൽ വരുന്നതാ, അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ വരുന്നതാ. അപ്പോൾ ആ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സിംഗിൾ ഇൻഡിവിജ്വൽസ് മാത്രം ഇൻവോൾവ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മെത്തേഡ്സുകളാണ് ഇതെല്ലാം. അപ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ പറയുക സെൽ ഡിവിഷൻ. നമ്മൾ ഏർലി ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. വാട്ട് മീൻ ബൈ സെൽ ഡിവിഷൻ? സെൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ പറയുക പാരൻറ്റ് സെൽ ഡിവൈഡ് ടു ഫോം 2 ഡോട്ടർ സെൽസ്. പാരൻറ്റ് സെല്ല് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ സെൽ ഡിവിഷൻ എന്ന് പറയും. അപ്പോൾ അവിടെ നമ്മൾ സെൽ ഡിവിഷന് നമ്മൾ എക്സാമ്പിൾ ഓർത്ത് വെക്കേണ്ടത് ഇൻ ദി കേസ് ഓഫ് മൊണീറ ആൻഡ് പ്രൊട്ടിസ്റ്റ. ഏതൊക്കെയായിരുന്നു എക്സാമ്പിൾ? ഏതൊക്കെയായിരുന്നു? മൊണീറ, പ്രൊട്ടിസ്റ്റ. സെൽ ഡിവിഷൻ എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ മെത്തേഡ്സിനും എക്സാമ്പിൾ ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ബൈനറി ഫിഷൻ. നിങ്ങളവിടെ ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്, ഫിഷൻ ഫ്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ഫിഷൻ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി ഫിഷനിൽ നമ്മൾ പറയുക പാരൻറ്റ് ഓർഗാനിസം ഡിവൈഡ് ടു ഫോം 2 ഡോട്ടർ സെൽസ്. ഫോർ എക്സാമ്പിൾ ബൈനറി ഫിഷന് നമ്മൾ അമീബൻ്റെ കേസിൽ നമ്മൾ എക്സാമ്പിൾ പറയുന്നുണ്ട്. അമീബ. ആ അമീബൻ്റെ കേസിൽ ഞാനിപ്പോൾ ഇവിടെ ഒരു പിക്ചർ ഓൾറെഡി വരച്ചിട്ടുണ്ട്.
ആ ബൈനറി ഫിഷൻ ഇൻ അമീബയുടെ മെത്തേഡ്സ്, അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു പിക്ചോറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ഇവിടെ നോക്കുക നിങ്ങൾ, പാരൻ്റ് അമീബ ന്യൂക്ലിയസ് ഉണ്ട്. ഇനി ആ അമീബ എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുക, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളവിടെ പഠിച്ചിട്ടുണ്ട് സൈറ്റോകൈനസിസ്, കാരിയോകൈനസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ഇവിടെ അമീബൻ്റെ ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് കണ്ടോ നിങ്ങൾ, ഒരൊറ്റ ഓർഗാനിസം എന്ത് ചെയ്തു? 2 ഡോട്ടർ സെൽസ് പ്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓസ്പ്രിങ്സുകൾ. വാട്ട് ഐ മീൻ ബൈ ഓസ്പ്രിങ്സ്? ദി ന്യൂ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ദി ക്ലോൺസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്താ ക്ലോൺസ് എന്ന് പറഞ്ഞാൽ? ഓസ്പ്രിങ്സ് ആർ ജെനറ്റിക്കലി ഐഡൻറ്റിക്കൽ ടു ദെയർ പാരൻറ്റ്. ഇപ്പോൾ ഇവിടെ ഈ അമീബ ഡിവൈഡ് ചെയ്തിട്ടുള്ള 2 ഡോട്ടർ സെൽസ് നോക്കി, അതിലുള്ള ന്യൂ ഓർഗാനിസംസ് എക്സാക്ട് കോപ്പി ആയിരിക്കും? പാരൻറ്റിൻ്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി ഫിഷൻ ഇൻ അമീബ എക്സാമ്പിൾ ഓർത്ത് വെക്കുക. ഓക്കെ, അമീബ മാത്രമല്ല, നമ്മൾ അനദർ എക്സാമ്പിൾ പറയാൻ പറ്റും, പാരമീസിയം. ആരാണ്? പാരമീസിയം. അപ്പോൾ ഇവിടെ നമ്മൾ ബൈനറി ഫിഷൻ. ഇനി അവിടെ മൾട്ടിപ്പിൾ ഫിഷൻ നടക്കാറുണ്ട്. ഇപ്പോൾ നമ്മളവിടെ പ്ലാസ്മോഡിയം, നിങ്ങൾ +1 പഠിച്ചിട്ടുണ്ട്, പ്ലാസ്മോഡിയം വിച്ച് കോസ് മലേറിയ. അപ്പോൾ പ്ലാസ്മോഡിയൻ്റെ കേസിൽ അൺഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡിയം ദി സെൽസ്, ഇപ്പോൾ എക്സാമ്പിൾ ഇതൊരു പ്ലാസ്മോഡിയാന്ന് വിചാരിക്കും, ഒരു പാരൻറ്റ് സെല്ലാന്ന് വിചാരിക്കും. ഈ പാരൻറ്റ് സെല്ല് അൺഫേവറബിൾ കണ്ടീഷൻ ദി സ്യൂഡോപോഡിയ, പ്ലാസ്മോഡിയത്തിന് മൂവിങ് സ്ട്രക്ചർ ഉണ്ട്, സ്യൂഡോപോഡിയ ഉണ്ട്. അപ്പോൾ അവിടെ ആ പ്ലാസ്മോഡിയ എന്ത് ചെയ്യുന്നുണ്ട്? അൺഫേവറബിൾ കണ്ടീഷൻ ദേ ഫോം 3 ലെയേർഡ് സ്ട്രക്ചർ. എന്ത് ചെയ്യുന്നുണ്ട്? അൺഫേവറബിൾ കണ്ടീഷനിൽ പ്ലാസ്മോഡിയം 3 ലെയർഡ് സ്ട്രക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 3 ലെയർ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് സിസ്റ്റ്. നമ്മൾ ട്വിസ്റ്റ് എന്നൊക്കെ പറയാറുണ്ട്, അതേപോലെ സിസ്റ്റ്. അപ്പോൾ വാട്ട് ഐ മീൻ ബൈ സിസ്റ്റ്? അൺഫേവറബിൾ കണ്ടീഷനിൽ മൾട്ടിപ്പിൾ ഫിഷൻ അഥവാ പ്ലാസ്മോഡിയം 3 ലെയർഡ് വാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ വാളിനെ പറയുന്ന പേരാണ് സിസ്റ്റ്. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എൻസിസ്റ്റേഷൻ. എന്തായിരുന്നു? എൻസിസ്റ്റേഷൻ. എക്സാമിന് ചോദിക്കാറുണ്ട്. ഇറ്റ്സ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. കമൻറ്റ് ഓൺ എൻസിസ്റ്റേഷൻ. അപ്പോൾ അവിടെ നിങ്ങൾ പറയേണ്ടത് ഇൻ Plasmodium, they produce 3-walled structure is called cyst. The process is called encystation. In unfavorable condition, the nucleus is divided. ഈ പറഞ്ഞിട്ടുള്ള പ്ലാസ്മോഡിയത്തിന് എന്ത് ചെയ്യുന്നുണ്ട്? ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ദേ പ്രൊഡ്യൂസ് സ്പോർസ്. ഒരുപാട് സ്പോർസ് അതിൻ്റെ എൻഡോജീനിയസ്, അതിൻ്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. These spores at the favorable condition, the cell wall is breaking and the new spores are delivered out. പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്പോർസുകൾ പുറത്തേക്ക് പോകുന്നു. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് സ്പോറുലേഷൻ. എന്തായിരുന്നു? സ്പോറുലേഷൻ. അപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം NCERT-യിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടന്റ് ആണ് വാട്ട് ഐ മീൻ ബൈ എൻസിസ്റ്റേഷൻ, വാട്ട് ഐ മീൻ ബൈ സ്പോറുലേഷൻ. ഓക്കെ, നെക്സ്റ്റ്. ഇൻ ദി കേസ് ഓഫ് ബഡ്ഡിങ്, മൂന്നാമത്തെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മെത്തേഡ്സ് ആണ് ബഡ്ഡിങ്. വാട്ട് ഐ മീൻ ബൈ ബഡ്? നിങ്ങൾ 6ാം ക്ലാസ്സിൽ അല്ലെങ്കിൽ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട് ബഡ്ഡിങ് ഇൻ ഹൈഡ്ര. അപ്പോൾ ആ ബഡ്ഡിങ്ങിൽ നമ്മൾ പറയുക, ഹൈഡ്രൻ്റെ കേസിൽ നമ്മൾ ബഡ്ഡിങ് പറയുക. വാട്ട് ഐ മീൻ ബൈ ബഡ്ഡിങ്? അപ്പോൾ ബഡ്ഡിങ്ങിന് അവിടെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ആൻഡ് എക്സ്ട്രാ ഔട്ട് ഗ്രോത്ത് പ്രൊഡ്യൂസ്ഡ് ഓൺ ദി പാരൻറ്റ് ബോഡി. പാരൻറ്റ് ബോഡീൻ്റെ മുകളിൽ എന്ത് ചെയ്യുക? ഒരു എക്സ്ട്രാ ഔട്ട് ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. അതിനെ പറയുന്ന പേരാണ് ബഡ്ഡിങ്. ദാറ്റ് ബഡ് ഈസ് ഡിറ്റാച്ച്ഡ് ഫ്രം ദി പാരൻറ്റ് ബോഡി. പാരൻറ്റ് ബോഡിയിൽ നിന്ന് ആ ബഡ് ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ദ ബഡ് പ്രൊഡ്യൂസ് ന്യൂ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു ഓർഗാനിസമാണ്. അപ്പോൾ ഞാനൊരു ഓർഗാനിസത്തിൽ എൻ്റെ കൈയിൻ്റെ ഇവിടെ എന്ത് ചെയ്തു? ഒരു ഉണ്ട പ്രൊഡ്യൂസ് ചെയ്തു. ആ ഉണ്ടനെ പറയുന്ന പേരാണ് ബഡ്. വാട്ട് ഐ മീൻ ബൈ ഉണ്ട? ബഡ് എക്സ്ട്രാ ഔട്ട് ഗ്രോത്ത് പ്രൊഡ്യൂസ്ഡ് ഓൺ ദി പാരൻറ്റ് ബോഡി. ഇനി എന്ത് ചെയ്യുന്നുണ്ട്? അറ്റ് ദി മെച്യൂരിറ്റി, ഈ മെച്യൂരിറ്റി എത്തുന്ന സമയത്ത് ഈ ബഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിറ്റാച്ച് ഫ്രം ദി പാരൻറ്റ് ബോഡി. എൻ്റെ ബോഡിയിൽ നിന്ന് എന്ത് ചെയ്തു? ആ ബഡ് പുറത്തേക്ക് പോയി. ആ പുറത്തേക്ക് പോയ ബഡ് എന്ത് ചെയ്യും? എന്നെ പോലെ പുതിയൊരു ഇൻഡിവിജ്വൽ ഉണ്ടാവും. ആ ഒരു പ്രോസസ്സാണ് ബഡ്ഡിങ്. അപ്പോൾ അവിടെ ഞാനൊരു ബഡ്ഡിങ്ങിന് എക്സാമ്പിൾ, ബഡ്ഡിങ് ഇൻ ഹൈഡ്രൻ്റെ കേസിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈഡ്ര വരച്ചിട്ടുണ്ട്. ആ ബഡ്ഡിങ്ങിൽ ഞാൻ പാരൻറ്റ് സെല്ലിനെ വരച്ചിട്ടുണ്ട്. ആ പാരൻറ്റ് സെല്ലിൽ ഞാൻ പിക്ചർ വരച്ചു. കണ്ടോ നിങ്ങൾ? മെച്യൂരിറ്റി കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇത് പാരൻറ്റ് സെല്ല്, ന്യൂക്ലിയസ് എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തു? എക്സ്ട്രാ ഔട്ട് ഗ്രോത്ത് പ്രൊഡ്യൂസ് ചെയ്തു. ആ ഔട്ട് ഗ്രോത്തിനെ പറയുന്ന പേര് ബഡ്. ഇനി എന്ത് ചെയ്യും? ആ ബഡ് വലുതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും. ഡിറ്റാച്ച് ചെയ്താൽ എന്തായിട്ട് മാറും? ന്യൂ ഇൻഡിവിജ്വലായിട്ട് മാറും. ഓക്കെ മക്കളെ, അപ്പോൾ അവിടെ നമ്മൾ സെൽ ഡിവിഷൻ പറഞ്ഞു, ബൈനറി ഫിഷൻ പറഞ്ഞു, ബഡ്ഡിങ് പറഞ്ഞിട്ടുണ്ട്. നൗ വി ആർ ഡിസ്കസിങ് സൂസ്പോസ്. വാട്ട് ഐ മീൻ ബൈ സൂസ്പോസ്? നമ്മളവിടെ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്, പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ട്. സൂസ്പോസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആർ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ that produce in the case of non-motile. അവരെന്തായിരിക്കും? നോൺ മൊട്ടൈൽ ആയിരിക്കും. ചലിക്കാൻ പറ്റുന്ന ആളുകളായിരിക്കും. മൊട്ടൈൽ സ്ട്രക്ചർ ആയിരിക്കും. അപ്പോൾ അവിടെ നമ്മൾ സൂസ്പോസിന് ഞാനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇൻ ദി കേസ് ഓഫ് ക്ലാമിഡോമോണാസ്. ആരാണ്? ക്ലാമിഡോമോണാസ്. അപ്പോൾ ശ്രദ്ധിക്കണേ, നമ്മൾ സൂസ്പോസിനെ പറ്റിയാണ് പറയുന്നത്. സൂസ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം മൈക്രോസ്കോപ്പിക് മൊട്ടൈൽ സ്ട്രക്ചർ വിച്ച് പ്രൊഡ്യൂസ് thus supposed to develop new individual. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാമിഡോമോണാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ആ ഫ്രൂട്ടിംഗ് ബോഡിയിൽ കണ്ടോ നിങ്ങൾ? ആ ഫ്രൂട്ടിംഗ് ബോഡി ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? പുറത്തേക്ക് പോകുന്നുണ്ട്. ഇത് എവിടെയും ടച്ച് ചെയ്യുന്നില്ല. അതിനർത്ഥം എന്താ? മൊട്ടൈലായിരിക്കും. അപ്പോൾ ആ ഓരോ സ്പോസുകൾ എന്ത് ചെയ്യും? വലുതായി ന്യൂ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറും. ഇനി അടുത്തതാണ്, അപ്പോൾ നമ്മൾ സൂസ്പോസ് നമ്മൾ പറയും ക്ലാമിഡോമോണാസ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആൽഗെ, ഫഞ്ചൈ എക്സാമ്പിൾ പറയാൻ പറ്റും. Algae and fungi. Okay. Now another method, conidia. Conidia ഒരു അസെക്സ്വൽ സ്ട്രക്ചറാണ്. നമ്മളവിടെ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊണീഡിയത്ത് നമ്മൾ പറയും, നേരത്തെ നമ്മൾ പറഞ്ഞു സൂസ്പോസ് ആർ മൊട്ടൈൽ സ്ട്രക്ചർ. In the case of conidia, that are non-motile structure which produce exogenously. ഒരു ബോഡിയുടെ പുറത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ നോൺ മൊട്ടൈൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് കൊണീഡിയ. ദീസ് കൊണീഡിയ ഡെവലപ്പ് ന്യൂ ഇൻഡിവിജ്വൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ ഒരു പിക്ചർ വരച്ചിട്ടുണ്ട്, അഥവാ കൊണീഡിയ ഓഫ് പെൻസിലിയം. ഇവിടെ ഞാൻ പെൻസിലിയത്തിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡിയാണ് വരച്ചത്. ആ ഫ്രൂട്ടിംഗ് ബോഡി നോക്കിയാൽ നിങ്ങൾ, ഇതെല്ലാം ഇവിടെ ഓരോ ഡോട്ട് ഇട്ടിട്ടുള്ള ഓരോ സ്ട്രക്ചറുകളും കൊണീഡിയാണ്. ഈ കൊണീഡിയ നോക്കി നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് ടച്ച് ചെയ്യുന്നില്ല, അത് സ്പ്രെഡ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നേരെ മറിച്ച് എല്ലാം കണക്റ്റഡ് ആണ്. അപ്പോൾ സൂസ്പോസ് മൊട്ടൈൽ, കൊണീഡിയ നോൺ മൊട്ടൈൽ. ദെൻ അറ്റ് ദി മെച്യൂരിറ്റി ദീസ് കൊണീഡിയ ഡെവലപ്പ് എ ന്യൂ ഇൻഡിവിജ്വൽ. അപ്പോൾ നോക്കണേ, സൂസ്പോസിൽ നമ്മൾ മൊട്ടൈൽ പറഞ്ഞു, കൊണീഡിയയിൽ നോൺ മൊട്ടൈൽ ആയിരിക്കും. പക്ഷേ ഈ സൂസ്പോസ് ഡിറ്റാച്ച് ചെയ്താൽ ന്യൂ ഇൻഡിവിജ്വൽ ആവും, കൊണീഡിയ ഡിറ്റാച്ച് ചെയ്താൽ ന്യൂ ഇൻഡിവിജ്വൽ ആവും. ഓക്കെ, അനദർ വൺ ജെമ്യൂൾസ്. ജെമ്യൂൾസിന് നമ്മൾ പറയുക ദി ജെമ്യൂൾസ്. ഇൻ ദി കേസ് ഓഫ് എക്സാമ്പിൾ സ്പോഞ്ച്. ആരാണ് എക്സാമ്പിൾ നമ്മൾ പറയുക? സ്പോഞ്ച്. അപ്പോൾ ജെമ്യൂൾസിന് നമ്മൾ പറയുക ദി സ്പോസ് അസെക്സ്വൽ സ്ട്രക്ചർ വിച്ച് പ്രൊഡ്യൂസ് എൻഡോജീനിയസ്ലി. ഒരു ഓർഗാനിസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ എക്സോ പറഞ്ഞു, ഇപ്പോൾ എൻഡോജീനിയസ് ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അസെക്സ്വൽ സ്ട്രക്ചറിനെ നമ്മൾ ജെമ്യൂൾസ് എന്ന് പറയും. അപ്പോൾ അവിടെ ജെമ്യൂൾസ് എന്ത് ചെയ്തു? ഈ ജെമ്യൂൾസുകൾ എന്ത് ചെയ്തു? എൻഡോജീനിയസാണ്. പുറത്തേക്ക് ഡെവലപ്പ് ചെയ്താൽ എന്തായിട്ട് മാറും? ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ നോക്കുക, നമ്മൾ മൊത്തം 6 പറഞ്ഞിട്ടുണ്ട്. സെൽ ഡിവിഷൻ പറഞ്ഞു, ബൈനറി ഫിഷൻ പറഞ്ഞു, ബഡ്ഡിങ് പറഞ്ഞു, സൂസ്പോസ് പറഞ്ഞു, കൊണീഡിയ പറഞ്ഞു, ജെമ്യൂൾസ് പറഞ്ഞു. അമീബയിൽ നമ്മൾ എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട് എൻസിസ്റ്റേഷൻ, സ്പോറുലേഷൻ. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഓരോ മെത്തേഡ് പറയുന്ന സമയത്തും എക്സാമ്പിളുകൾ ഡിനോട്ട് ചെയ്യും. അപ്പോൾ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പറയുന്ന സമയത്ത് എല്ലാ മെത്തേഡ്സുകളും, ഇപ്പോൾ നമ്മൾ ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പ്ലസ് 2 പഠിക്കാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ എല്ലാ മെത്തേഡ്സുകളും ഒരു കുടക്കീയിൽ കിട്ടാൻ വേണ്ടി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു കോഡ് ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ 6 മെത്തേഡ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? സെൽ ഡിവിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ തൽക്കാലം ആരെടുത്തു? സി, സെൽ ഡിവിഷൻ. രണ്ടാമത്തെ ആരാ? ബഡ്ഡിങ്. നമ്മൾ ബി എടുത്തു. മൂന്നാമത്തെ ആരാ? വീണ്ടാമതും ബി, ബഡ്ഡിങ്. അപ്പോൾ നമ്മൾ തൽക്കാലം ആരെടുത്തു? സി, B2. കാരണം 2 ബി വന്നു, ബഡ്ഡിങ് വന്നു, ബൈനറി ഫിഷൻ വന്നു. ദെൻ നെക്സ്റ്റ് ഇൻ ദി കേസ് ഓഫ് സൂസ്പോസ്, ദെൻ ജെമ്യൂൾസ്, കൊണീഡിയ. സൂസ്പോസ്, ജെമ്യൂൾസ്, കൊണീഡിയ. ഓക്കെ, അപ്പോൾ ആരൊക്കെ നോക്കിയേ? സെൽ ഡിവിഷനായി, ബഡ്ഡിങ് ആയി, ബൈനറി ഫിഷനായി, സൂസ്പോസായി, ജെമ്യൂൾസായി, കൊണീഡിയായി. അപ്പോൾ നമ്മൾ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെ മനസ്സിൽ ഓടി വരിക CB2ZGC. അപ്പോൾ അവിടെ നമ്മൾ സെൽ ഡിവിഷൻ എക്സാമ്പിൾ ഓർത്ത് നോക്കിയ മക്കളെ, മൊണീറ റൊട്ടിസ്റ്റ,
ബഡ്ഡിങ്ങിന് എക്സാമ്പിൾ ഓർത്ത്, ബൈനറി ഫിഷിന് എക്സാമ്പിൾ ഓർത്ത് നോക്കിയ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അമീബ, പാരമീസിയം. ഇനി ബഡ്ഡിങ്ങിന് എക്സാമ്പിൾ ഓർത്ത് നോക്കിയ മക്കളെ ഹൈഡ്ര, ഈസ്റ്റ്. അതേപോലെ തന്നെ സൂസ്പോസിന് എക്സാമ്പിൾ ഓർത്ത് നോക്കിയ മക്കളെ ആൽഗെ, ഫഞ്ചൈ. ദെൻ ജെമ്യൂൾസിന് എക്സാമ്പിൾ ഓർത്ത് നോക്കിയേ സ്പോഞ്ച്. ദെൻ കൊണീഡിയക്ക് എക്സാമ്പിൾ പെൻസിലിയം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഈസ് കംപ്ലീറ്റഡ്. ഓക്കെ. Another topic, vegetative propagation. Another topic, vegetative propagation. ഇവിടെ നമ്മൾ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മൾ അവിടെ സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ, ബഡ്ഡിങ്, സൂസ്പോസ്, കൊണീഡിയ, ജെമ്യൂൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. Now we know that we are discussing vegetative propagation. ഇവിടെ vegetative propagation നമ്മൾ കൺസെപ്റ്റ് പറയാം. This is one of the asexual reproduction in plants is termed as vegetative propagation. പ്ലാന്റ്സിലുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അവിടെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ റീജനറേഷൻ ഓഫ് പ്ലാന്റ് ഫ്രം എനി വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ് ഈസ് ടേംഡ് ആസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. റീജനറേഷൻ ഓഫ് പ്ലാന്റ് ഫ്രം എനി വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. പ്ലാന്റ്സിൻ്റെ ഏതെങ്കിലും പാർട്ടിൽ നിന്ന്, ഈവൻ ഇറ്റ് ഈസ് റൂട്ട് ആവാം, സ്റ്റെം ആവാം, ലീഫ് ആവാം, ഈ പാർട്സിൽ ഏതെങ്കിലുമൊക്കെ ഒരു പാർട്സിൽ നിന്ന് പുതിയൊരു പ്ലാന്റ് അറൈസ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. അപ്പോൾ അവിടെ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സ്മോൾ വെജിറ്റേറ്റീവ് യൂണിറ്റ്സിനെ പറയുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ആരാണ്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അപ്പോൾ അവിടെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ പറ്റി പഠിക്കാം. അപ്പോൾ അതിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൽ വരുന്ന ഒന്നാണ് ഇൻ ദി കേസ് ഓഫ് സക്കർ, another one in the case of tuber, another one offset, then next runner, then fifth one rhizome. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 ടൈപ്പുകളും വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൽ വരുന്നതാണ്. നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് വാട്ട് യു മീൻ ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, റീജനറേഷൻ ഓഫ് എ പ്ലാന്റ് ഫ്രം എനി വെജിറ്റേറ്റീവ് പാർട്ട് ഓഫ് എ പ്ലാന്റ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന ഓരോ മെത്തേഡ്സും എന്തായിരിക്കും? പ്ലാന്റിൻ്റെ പാർട്ടിൽ നിന്ന് പുതിയ പ്ലാന്റ് ഇങ്ങനെ റീജനറേറ്റ് ചെയ്യുന്ന പ്രോസസ്സായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് പറയാനുള്ളത് സക്കർ. സക്കറിന് നമ്മൾ പറയുന്ന എക്സാമ്പിളാണ് ഇൻ ദി കേസ് ഓഫ് ഗ്രാസ് ആൻഡ് എപ്സ്. ഗ്രാസ് അതേപോലെ തന്നെ എപ്സ്. ഇവിടെ നമ്മൾ ഗ്രാസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷനാണ്, ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഗ്രാസ്, ഹെബ്സ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗ്രാസിൻ്റെ കേസിൽ നമ്മൾ പുല്ല് പറിക്കാറുണ്ട്. തോട്ടത്തിൽ അല്ലെങ്കിൽ മുറ്റത്തൊക്കെ പുല്ല് പറിക്കുന്ന സമയത്ത് വീണ്ടും പുല്ലുകൾ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അവിടെ റിമൈനിങ് പാർട്സ് ആയിട്ടുള്ള ഗ്രാസിൽ നിന്നും അല്ലെങ്കിൽ ഹെബ്സിൽ നിന്നും പ്ലാന്റ് ഇങ്ങനെ അറൈസ് ചെയ്ത് വരും. അത് വൺ ഓഫ് ദി എക്സാമ്പിൾ സക്കർ. ട്യൂബറിന് എക്സാമ്പിളാണ് പൊട്ടറ്റോ. നിങ്ങൾക്കെല്ലാം പരിചയമുള്ള ഒരു പ്ലാന്റാണ് പൊട്ടറ്റോ. അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടറ്റോനെ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പൊട്ടറ്റോ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള ഈ സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പൊട്ടറ്റോ ഐ. ഈ പൊട്ടറ്റോ ഐ പാരന്റ് ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറും, അഥവാ ന്യൂ പ്ലാന്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റെം ട്യൂബ് മോഫോളജിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റെം പൊട്ടറ്റോ എന്തായിട്ട് മാറുന്നുണ്ട്? ഈ പൊട്ടറ്റോ ആയി ഡിറ്റാച്ച് ചെയ്തിട്ട് ന്യൂ ഇൻഡിവിജ്വൽ ആയിട്ട് മാറുന്നുണ്ട്. അടുത്തതാണ് ഓഫ്സെറ്റ്. ഓഫ്സെറ്റിൽ വരുന്ന എക്സാമ്പിളാണ് ദി കേസ് ഓഫ് വാട്ടർ അയാസിന്ത്. ആരാണ്? വാട്ടർ അയാസിന്ത്. ഈ വാട്ടർ അയാസിന്തിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേരുണ്ട് ഐക്കോർണിയ ഗ്രാസിപ്പസ് അല്ലെങ്കിൽ ഐക്കോർണിയ പ്ലാന്റ്. ഐക്കോർണിയ ജീനസ് നെയിമാണ്, സ്പീഷീസ് നെയിമാണ് ഐക്കോർണിയ ഗ്രാസിപ്പസ്. അപ്പോൾ ഇവിടെ ഈ ഓഫ്സെറ്റിൽ വരുന്ന ഐക്കോർണിയ ഗ്രാസിപ്പസ് അല്ലെങ്കിൽ വാട്ടർ അയാസിന്ത്, ഈ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ഹാവ് തിക്ക് ഇന്റർനൂഡ് and that are vegetatively propagated in a short span of time in the case of pond.
ഫോർ എക്സാമ്പിൾ ഇതൊരു പോണ്ട് ഇക്കോസിസ്റ്റം എന്ന് വിചാരിക്കുക. ഈ പോണ്ട് ഇക്കോസിസ്റ്റത്തിൽ ഒരു വാട്ടർ അയാസിന്ത് ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഐക്കോർണിയ ഗ്രാസിപ്പസ് ഉണ്ട്. അപ്പോൾ ഈ ഐക്കോർണിയ ഗ്രാസിപ്പസ് ഇപ്പോൾ ഒരു പ്ലാന്റേ ഉള്ളൂ ഈ പോണ്ട് ഇക്കോസിസ്റ്റത്തിൽ. അതെന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് സമയം കൊണ്ട് ലാർജ് എമൗണ്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റ് ചെയ്യും ഓൾ ഓവർ ദി വാട്ടർ ബോഡി. വാട്ടർ ബോഡിയിൽ ഒന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞിട്ടുള്ള ഐക്കോർണിയ ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്യും. ആ സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് കോസ് ദി ഡിപ്ലീഷൻ ഓഫ് ഓക്സിജൻ ഇൻ വാട്ടർ. വാട്ടറിൽ ഓക്സിജൻ്റെ ലെവൽ കുറക്കും. ഇറ്റ് റിസൾട്ട് ദി ഡെത്ത് ഓഫ് ഫിഷസ് ആൻഡ് അതർ അക്വാട്ടിക് ഓർഗാനിസം. അതെന്തിന് കാരണമാകും, മറ്റുള്ള ഫിഷസുകൾ അല്ലെങ്കിൽ അക്വാട്ടിക് ഓർഗാനിസംസുകൾ ചത്തൊടുങ്ങാൻ കാരണമാകും. ആ ഒരു കൺസെപ്റ്റിന് പറയുന്ന പേരാണ് ടെറർ ഓഫ് ബംഗാൾ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. നമ്മളെ കുട്ടികളൊക്കെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഉണ്ട്, ഉസുണ്ട് ഉണ്ട. അപ്പോൾ അവിടെ എക്സാമിന് ചോദിക്കാറുണ്ട് കമൻറ്റ് ഓൺ ടെറർ ഓഫ് ബംഗാൾ. അപ്പോൾ അവിടെ നിങ്ങൾ പറയേണ്ടത് ഏതാ പ്ലാന്റ്, ഓഫ്സെറ്റിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസൈഡ്സിൽ ഓഫ്സെറ്റ് അഥവാ പ്ലാന്റ് വാട്ടർ അയാസിന്ത് അല്ലെങ്കിൽ ഐക്കോർണിയ ഗ്രാസിപ്പസ്. ആ ഐക്കോർണിയ ഗ്രാസിപ്പസിന് ഷോർട്ട് അല്ലെങ്കിൽ തിക്ക് ഇൻ്റർനോഡ് ആയിരിക്കും. ആ ഇൻ്റർനോഡ് ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ലാർജ് എമൗണ്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റീവ്. വാട്ട് മീൻ ബൈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ, ഈ പ്ലാന്റിൻ്റെ പാർട്സിൽ നിന്ന് പുതിയ പ്ലാന്റ് ഇങ്ങനെ അറൈസ് ചെയ്യും. അതെന്തിന് കാരണമാകും, ഓക്സിജൻ കണ്ടൻറ്റ് കുറക്കും. അതെന്തിന് കാരണമാകും, ഫിഷുകളുടെ ഡെത്ത് ചെയ്യാൻ കാരണമാകും. ആ ഒരു കൺസെപ്റ്റിനെ പറയുന്ന പേരാണ് എന്ത്, ടെറർ ഓഫ് ബംഗാൾ. ഓക്കെ, നെക്സ്റ്റ്. ഇനി അടുത്തതാണ് റണ്ണർ. റണ്ണറിന് എക്സാമ്പിൾ നമ്മൾ പറയുക ഇൻ ദി കേസ് ഓഫ് സെൻഡെല്ല. നമ്മളവിടെ പ്ലാന്റിൻ്റെ ജീനസ് നെയിമാണ് സെൻഡെല്ല, സ്പീഷീസ് നെയിമാണ് ഏഷ്യാറ്റിക്ക. ആരാണ്, സെൻഡെല്ല ഏഷ്യാറ്റിക്ക. അപ്പോൾ അവിടെ നമ്മൾ സെൻഡെല്ല ഏഷ്യാറ്റിക്ക, ചില നാട്ടിലൊക്കെ ചില പേരുകളാണ്, നമ്മുടെ നാട്ടിലൊക്കെ മുത്തിൽ എന്ന് പറയും. അപ്പോൾ അവിടെ സെൻഡെല്ല ഏഷ്യാറ്റിക്ക നിങ്ങൾക്ക് നമുക്ക് റെക്കോർഡിലൊക്കെ വരക്കാനുണ്ട്. സെൻഡെല്ല ഏഷ്യാറ്റിക്ക ഒരു സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ സെൻഡെല്ല. നമുക്കവിടെ റെക്കോർഡിൽ വരക്കാനുണ്ട്, അതേപോലെ തന്നെ റെക്കോർഡിൽ നമുക്ക് പ്രാക്ടിക്കലിൽ ചെയ്യാനുണ്ട്, ഇതിൻ്റെ സ്റ്റെമ്മ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ സെൻഡെല്ല ഏഷ്യാറ്റിക്ക ഒരു സബ് ഏരിയൽ സ്റ്റെം മോഡിഫിക്കേഷൻ പ്ലാന്റ്. അതേപോലെ തന്നെ റണ്ണറിന് എക്സാമ്പിൾ നമുക്ക് ഗ്രാസും പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ഈ സെൻഡെല്ല ഏഷ്യാറ്റിക്ക എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇൻ്റർനോഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂ പ്ലാന്റ് അറൈസ് ചെയ്യും. ഇതിങ്ങനെ പോകുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ആ പ്ലാന്റ് ഇങ്ങനെ റീജനറേറ്റ് ചെയ്ത് അങ്ങനെ പോകും. അതുകൊണ്ട് നമ്മൾ അതിനെ റണ്ണർ എന്ന് പറയും, റണ്ണർ. അനദർ വൺ റൈസോം. റൈസോമിന് എക്സാമ്പിൾ ആണ്. അഥവാ റൈസോമിൽ നമ്മൾ പറയുക ഇൻ ദി കേസ് ഓഫ് ജിഞ്ചർ ആൻഡ് അനദർ വൺ ഇൻ ദി കേസ് ഓഫ് ബനാനട്ട്. ഇവിടെ നമ്മൾ ജിഞ്ചറിൻ്റെ കേസിൽ നമ്മളവിടെ മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ട് +1. ഇവിടെ അണ്ടർഗ്രൗണ്ട് ആയിട്ടുള്ള സ്റ്റെം മോഡിഫിക്കേഷൻ ആയിട്ടുള്ള ഒരു പ്ലാന്റാണ് ജിഞ്ചർ, ഹോറിസോണ്ടലി ഗ്രോയിങ് ആയിട്ടുള്ള സ്റ്റെം. അതേപോലെ തന്നെ ബനാന. അപ്പോൾ നമ്മളവിടെ നാട്ടിലൊക്കെ നമ്മൾ ഇഞ്ചി എങ്ങനെയാണ് നടുക, ലീഫ് കൊണ്ടുപോയിട്ട് സോയിലിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുക അല്ല, നമ്മൾ എന്ത് ചെയ്യും, ഇഞ്ചി മുറിച്ചിട്ട് രണ്ട് പിറ്റ്സ് അല്ലെങ്കിൽ 2 ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുക, പ്ലാന്റ് ചെയ്യുക. അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ആ റൈസോമിൽ നിന്ന് പുതിയ പ്ലാന്റ് ഉണ്ടായിട്ട് വരും. അതേപോലെ നമ്മൾ ബനാനൻ്റെ കേസിൽ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് ബനാന നമ്മൾ പ്ലാന്റ് ചെയ്യുക, റൈസോം അഥവാ വായക്കന്ന് നമ്മൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പുതിയ പ്ലാന്റ് അറൈസ് ചെയ്യും. അപ്പോൾ ഇത്രയും നോക്കുക നിങ്ങൾ. നമ്മൾ പറയുന്ന കണ്ടന്റ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ അഥവാ റീജനറേഷൻ ഓഫ് പ്ലാന്റ് ഫ്രം എനി വെജിറ്റേറ്റീവ് പാർട്ട്. അപ്പോൾ അതിൽ നമ്മൾ സക്കർ പറഞ്ഞു, ട്യൂബർ പറഞ്ഞു, ഓഫ്സെറ്റ് പറഞ്ഞു, റണ്ണർ പറഞ്ഞു, റൈസോം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ 2 വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണ്. വൺ ഇൻ ദി കേസ് ഓഫ് ബൾബ്, ഇൻ ദി കേസ് ഓഫ് ഒണിയൻ. ഒണിയൻ്റെ കേസിൽ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ പറയുന്ന പേരാണ് ബൾബ്. ഇനി അനദർ വൺ ദി കേസ് ഓഫ് ബൾബിൽ, ദി കേസ് ഓഫ് പ്ലാന്റ്സ് ലൈക്ക് അഗേവ്. ഗേവ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൽ ബൾബിലാണ് പ്രൊപ്പഗ്യൂൾസ്, ഇത് പ്ലാന്റ് ആയിട്ട് മാറും. ഒണിയനിൽ ബൾബ് നിങ്ങൾ കണ്ടിട്ടുണ്ട്, ഒണിയനിലെ മുകളിലുള്ള ആ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് ബൾബ്, അതും ഒരു പ്ലാന്റ് ആയിട്ട് മാറും. അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ബൾബ്, ഒണിയൻ, ബൾബിൽ, അഗേവ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൽ പറയാനുള്ളത്. ഇനി അടുത്തത് സം ഓഫ് ദി പ്ലാന്റ്സ് ദറ്റ് ആർ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേറ്റഡ് ബൈ ലീഫ്. ആ ഏരിയയിൽ നിന്നൊക്കെ ഒരു എക്സാമിന് ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ചില പ്ലാന്റ് എന്ത് ചെയ്യുന്നുണ്ട്, ലീഫിൻ്റെ സാന്നിധ്യത്തിൽ പുതിയ പ്ലാന്റ്സിനെ അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പുതിയ പ്ലാന്റ്സിനെ അറൈസ് ചെയ്യുന്ന പ്ലാന്റ് ആണ്, ലീഫിൻ്റെ സഹായത്താൽ അറൈസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ബ്രയോഫില്ലം.
ഏതാ പ്ലാന്റ്? ബ്രയോഫില്ലം, ഇലമുളച്ചി എന്നൊക്കെ പറയും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ജിഞ്ചർ, ഒണിയൻ, ബൾബിൽ എല്ലാ പിക്ചറും കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ സ്ഥലപരിമിതി കാരണം നമ്മൾ പിക്ചർ വരച്ചില്ല. അപ്പോൾ അവിടെ ബ്രയോഫിൽ, ഫോർ എക്സാമ്പിൾ ഇതൊരു ബ്രയോഫില്ലം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റിൻ്റെ ലീഫാന്ന് വിചാരിക്കാം. ആ ലീഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അഡ്വൻറ്റീഷ്യസ് ആയിട്ടുള്ള ബഡ്സുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ദീസ് ബഡ് ഡിറ്റാച്ച് ഫ്രം ദി ലീഫ് ടു പ്രൊഡ്യൂസ് ന്യൂ പ്ലാന്റ്. അവിടെ നമ്മൾ ലീഫിന് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നടത്തുന്ന ലീഫ് എക്സാമ്പിൾ ബ്രയോഫിൽ. ഇനി അനദർ വൺ എക്സാമ്പിൾ ഡിയാൻഡം. നമുക്ക് ഡിയാൻഡം പ്ലാന്റിനെ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ലീഫ് വഴി പറയാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. നമ്മളിവിടെ ലൈഫ് സ്പാൻ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ റീപ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ട്, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, അസെക്ഷൽ റീപ്രൊഡക്ഷൻ മെത്തേഡ്സ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു കോഡ്? CB2ZGC, അഥവാ സെൽ ഡിവിഷൻ, ബൈനറി ഫിഷൻ, ബഡ്ഡിങ്, സൂസ്പോസ്, ജെമ്യൂൾസ്, കൊണീഡിയ. അതേപോലെ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ നമുക്കൊരു കോഡാക്കി മാറ്റാം. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിനെ നമുക്ക് കോഡാക്കി മാറ്റുകയാണെങ്കിൽ നോക്കാം. സക്കർ ഉണ്ട്, ട്യൂബർ ഉണ്ട്, വഫ്സെറ്റ് ഉണ്ട്, റണ്ണർ ഉണ്ട്, റൈസോം ഉണ്ട്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് സ്റ്റോർ, അതാണ് സ്റ്റോർ. ആരാ? സക്കർ. സക്കറിന് എക്സാമ്പിൾ ആരാ മക്കളെ? ദി കേസ് ഓഫ് ഗ്രാസ് അല്ലെങ്കിൽ എപ്സ് പറയാൻ പറ്റും. ദെൻ ട്യൂബറിന് എക്സാമ്പിൾ പൊട്ടാറ്റോ. ഓഫ്സെറ്റിന് എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരാ? പ്ലാന്റ് ഐക്കോർണിയ. ഐക്കോർണിയ പ്ലാന്റ് എൻട്രൻസിന് ചോദിക്കാറുണ്ട്. വേൾഡ് തന്നെ മോസ്റ്റ് പ്രോബ്ലമാറ്റിക് വീഡ് എന്നറിയപ്പെടുന്ന പ്ലാന്റാണ് ഐക്കോർണിയ ഗ്രാസിപ്പസ്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പോണ്ടി ഇക്കോസിസ്റ്റത്തിൽ ഇവർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ലാർജ് എമൗണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ കണ്ടൻറ്റ് കുറക്കും. അതേപോലെ തന്നെ വാട്ടർ ഫ്ലോ എന്ത് ചെയ്യുന്നുണ്ട്? പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ പ്ലാന്റിനെ വേൾഡ് മോസ്റ്റ് പ്രോബ്ലമാറ്റിക് വീഡ് എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിൽ കോഡ് ഓർത്ത് വെക്കുക, സ്റ്റോർ. അതേപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ CB2ZGC. ലെറ്റ്സ് സ്റ്റാർട്ട് അനദർ ടോപ്പിക്, സെക്ഷൽ റീപ്രൊഡക്ഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ.